എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഞാൻ വിളക്ക് വെക്കാനുള്ള ആരംഭമൊക്കെയാണ്. അപ്പം സമയം 6 മണിയാകാറായി. അപ്പം അത് കാരണം വിളക്ക് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം രാമായണം വായിക്കണം. രാമായണം വായനയുണ്ട്. അപ്പം രാമായണം വായിക്കാനായിട്ടുള്ള പരിപാടിയിലേക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും വിളക്ക് വെക്കാനൊക്കെ ആയെന്ന് തോന്നുന്നു. ഞാനിപ്പം വിളക്ക് വെക്കാനുള്ള പരിപാടിയിലേക്കാണ്. ഞാൻ കാണിക്കാം നിങ്ങളെ. എൻ്റെ വീടും കാണിക്കാം. ഞാൻ എൻ്റെ ബംഗ്ലാവ് അല്ലെങ്കിൽ വലിയ വീട് എന്നുവെച്ചാൽ എൻ്റെ വീട് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നെ പരിചയപ്പെടുത്തുന്ന കൂടുതൽ എൻ്റെ ലൈഫ് ജീവിതം, എൻ്റെ വീട്. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മയുണ്ടായിരുന്നു. അമ്മ മരിച്ചു പോയിട്ട് ഇപ്പം ഒരു 6 മാസത്തോളമായി. ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാണ്. സഹോദരിയും മക്കളുമൊക്കെ അവർ വേറെ സ്ഥലത്താണ്. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, വീട്ടിലെ പണികളും അതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇപ്പോൾ ഈ രാമായണ മാസം ആയതുകൊണ്ട് രാമായണം ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത് കേട്ടോ. എനിക്കങ്ങനെ അറിയത്തില്ലെന്നല്ല, എനിക്ക് പേടിയായിരുന്നു രാമായണം വായിക്കാനായിട്ട്. ഇപ്പം രാമായണം വായിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ വായനയില്ലായിരുന്നു. അപ്പോൾ അമ്മ പല പ്രാവശ്യം എന്നോട് പറയുമായിരുന്നു രാമായണം വായിക്കണമെന്ന് പറയായിരുന്നു. പക്ഷേ ഞാൻ രാമായണം വായിച്ചപ്പം അമ്മ ഇല്ലാതെയും പോയി. അപ്പം അതിൻ്റെ ആ സങ്കടമുണ്ട്. രാമായണം വായിക്കുമ്പോൾ അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു വേദനയുണ്ട്. അപ്പോൾ രാമായണം വായിച്ച് പകുതി കഴിഞ്ഞു. അപ്പം അത് വായനയിലാണ്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ 7 മണിക്ക് ശേഷം വേണം രാമായണം വായിക്കാൻ. അപ്പോൾ വിളക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട് എല്ലാം കാണിച്ചു തരാം. ഇതേ വിളക്കെല്ലാം ഒരുക്കി വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ കറണ്ടില്ല. കറണ്ട് പോയിട്ട് ഒരു 3-4 മണിക്കൂറായി. ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ അത് കാരണം എൻ്റെ വീട് കാണിക്കാം, വെളിയിൽ നിന്ന് കാണിക്കാം നിങ്ങളെ. ഇത് തൊണ്ടാണ്. തൊണ്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു നടക്കല്ലാണ്. ഇതാണ് എൻ്റെ വീട് കേട്ടോ. എൻ്റെ വീട് ഇതാണ്. പണി തീരാത്ത വീടാണ് ഇത്. അമ്മ മരിച്ചതിന് ശേഷം പണിയൊക്കെ അതുപോലെ കിടക്കുകയാണ്. വിളക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. കറണ്ടില്ല. വീട്ടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. കറണ്ടില്ലാത്തതുകൊണ്ട് വെട്ടമില്ല. ഇതെൻ്റെ പൂജാമുറി. ഇവിടെയാണ് പൂജാമുറി. കണ്ടോ, കറണ്ടില്ലാത്തത് കൊണ്ടാട്ടോ, വെട്ടമില്ല. ഇതൊക്കെ പണി തീരാത്തതുണ്ടാകും. ഇതൊക്കെ പണിയാനായിട്ടുള്ള മണലൊക്കെ ഇറക്കി